ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ സാർ. അപ്പോൾ ഞാനിന്ന് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിനെ പറ്റിയാണ്. ഓക്കെ, ഡൊണാൾഡ് ട്രംപിൻ്റെ ഹൊറോസ്കോപ്പാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. കാരണം ഇപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് എൻ്റെ ഒരു അപ്പോയിൻമെൻ്റ് എടുക്കാൻ വന്നൊരു ആളുണ്ട്. അലൻ എന്ന് പറയുന്നൊരു ആൾ എൻ്റെ അടുത്ത് ഇതേപോലെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഇതിന് വേണ്ടി അപ്പോൾ എന്തായാലും നന്ദി, ഇതുപോലത്തെ ഒരു പുതിയ കണ്ടൻറ്റ് കിട്ടുന്നത്. അപ്പോൾ അലഞ്ഞെന്ന് പറയുന്ന ഒരാളുണ്ട് എൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്ത്. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. അത് മാത്രമല്ല, പുള്ളി പറഞ്ഞുകൊണ്ട് മാത്രമല്ല, എനിക്കെന്നൊരു ഐഡിയയ്ക്ക് തോന്നി. അത് മാത്രമല്ല, പുള്ളി ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടായി ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നു. ഞാൻ നോക്കിയപ്പോൾ ഏകദേശം കറക്റ്റാണ്. അത് മാത്രമല്ല, ഈ ഹൊറോസ്കോപ്പ് എത്രത്തോളം പ്രോപ്പറാണെന്ന് അറിയത്തില്ല. ഇത് ഡൊണാൾഡ് ട്രംപിനെ ബർത്ത് ചാർട്ടാണ്, എത്രത്തോളം അത് ഉറപ്പാണെന്ന് അറിയാൻ പറ്റുന്നില്ല. അതാണ് സമയമൊക്കെ അതിൽ ഒരുപാട് പരിധിയുണ്ട്. എങ്കിലും നമുക്ക് കൺഫേം 100% ഉറപ്പിക്കാൻ പറ്റില്ല. എങ്കിലും ഞാൻ വായിച്ച് നോക്കിയപ്പോൾ മാച്ചിങ് ആയി എന്നുള്ള ഇത് കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹൊറോസ്കോപ്പ് കണ്ടു കഴിഞ്ഞാൽ ഒരു സെലിബ്രിറ്റി ഹൊറോസ്കോപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൊറോസ്കോപ്പ് ആസ്ട്രോളജി നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തോന്ന് ചെയ്യുക, 903 74 29 39 8 എന്ന് പറയുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. 200 രൂപ ആണ് ഫീസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോവാം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്ന കാര്യം ഡൊണാൾഡ് ട്രംപ് ഹൊറോസ്കോപ്പാണ്. ഡൊണാൾഡ് ട്രംപ് തുർക്കിയായിട്ടാണ് 14 ജൂൺ 1948 ജനിച്ചത്. ഓക്കെ, ഇപ്പോൾ ഇതിൽ സമയം കൊടുത്തിരിക്കുന്ന 10:54 AM ആണ്. എത്രത്തോളം പ്രോപ്പറാണെന്ന് അറിയത്തില്ല സമയം. എങ്കിലും ഒരു രാശി വെച്ച് പറയാണ്, എങ്കിലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡൊണാൾഡ് ട്രംപിൻ്റെ കാര്യം മൊത്തത്തിൽ ഒന്ന് നമ്മൾ ചോട്ടിച്ച് നോക്കാൻ പോവുകയാണ്. ഓക്കെ, ഡൊണാൾഡ് ട്രംപിൻ്റെ ലഗ്നം വരുന്നത് അസൻറ്റ് വരുന്നത് ചിങ്ങത്തിലാണ്. മനസ്സിലായില്ലേ? ചിങ്ങത്തിലാണ് എന്തിരിക്കുന്നത്, ഡൊണാൾഡ് ട്രംപിൻ്റെ അസൻറ്റ് ഇരിക്കുന്നത്. അവിടെ ചൊവ്വയുടെ സ്വാധീനം ഉണ്ട്. മനസ്സിലായില്ലേ? എന്തോന്നാണ് ലിയോ രാശി? ലിയോ രാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്ക ഡൊമിനേറ്റിംഗ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഇവർ പറയുന്ന പോലെ എല്ലാവരും കേൾക്കണം, ഇവരെല്ലാവരും ശ്രദ്ധിക്കണം, ഇവർക്ക് ഭയങ്കര അംഗീകാരം വേണം എന്നുള്ള മൈൻഡ് സെറ്റുള്ള ഒരാളായിരിക്കും ലിയോ സൈനുള്ളവരെല്ലാം. അത് മാത്രമല്ല, ഒടുക്കത്തെ ഡൊമിനേറ്റിംഗ് ആയിരിക്കും. അവർ പറയുന്നത് അതുപോലെ കേൾക്കണം. ഇവരടുത്തൊരു കാര്യം പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല. ആ ഒരു സംഭവമാണ്. പിന്നെ ഒടുക്കത്തെ എന്തോന്നാണ് കോമ്പറ്റീഷനായിരിക്കും. ഇവർക്ക് എന്താണ് ഇവർ ആഗ്രഹം, അതനുസരിച്ച് അതിന് വേണ്ടി ഒരു പൊരുതിക്കൊണ്ടേയിരിക്കും. ഇതാണ് പരിപാടി. അപ്പോൾ ഇതാണ് ലിയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഡൊമിനേറ്റിംഗ്. അതിൻ്റെ വേറൊരു അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ സണ്ണാണ് ഇതിൻ്റെ ലോഡെന്ന് പറയുമ്പോൾ. അപ്പോൾ സണ്ണെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അതും ഇതുപോലെ തന്നെയാണ്. സണ്ണിൻ്റെ റെഫറൻസ് എല്ലാം ഉണ്ട്. മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്ന പോലെ കേട്ട് നിൽക്കാൻ കുറച്ച് ആൾക്കാരുടെ ലൈഫിൽ വരും. അതാണ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ അവർക്ക് കാണും. അതാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ചൊവ്വ നിൽക്കുന്നുണ്ട്. ചൊവ്വയെന്ന് വെച്ചാൽ എന്തോന്നാണ്, ചൊവ്വയ്ക്ക് ഭയങ്കര ഇതാണ്. മായസിന് ഭയങ്കര പിടിവാശിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രിഷൻ, വയലൻസ്, ദേഷ്യം, ഭയങ്കര ഇതായിരിക്കും. ദേഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ. അത് മാത്രമല്ല, ഇവർക്ക് മടി വളരെ കുറവായിരിക്കും. മടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും. ഇവർക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചെയ്യും, ഒന്നും മാറ്റി വയ്ക്കത്തില്ല. അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. പക്ഷേ ഈ ഒരു ദേഷ്യം ഇവർക്ക് വന്നു കഴിഞ്ഞാൽ പണിയാണ്. ദേഷ്യക്കാരാണ് ഇവർ. അത് മാത്രമല്ല, ഡൊണാൾഡ് ട്രംപിൻ്റെ ഹൊറോസ്കോപ്പ് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഇതേപോലത്തെ 7th ഹൗസിൽ നിൽക്കുന്ന മായസ് എന്തോ ചെയ്യുന്നുണ്ട്. അസഞ്ചി നിൽക്കുന്ന മായസ് എവിടെ നോക്കുന്നുണ്ട്, 7th ഹൗസിൽ വ്യൂ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്ക് ചൊവ്വ ദോഷമുള്ള ഹൊറോസ്കോപ്പാണ് പുള്ളിയുടെ ഹൊറോസ്കോപ്പ്. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, ചൊവ്വ നിന്നാലേ പ്രശ്നം റിലേഷൻഷിപ്പിൽ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് പറഞ്ഞത്. അപ്പോൾ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പാടായിരിക്കും ഒരാൾക്ക്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് കല്യാണം കഴിച്ച് ഏകദേശം 3 ഭാര്യമാരെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ലാസ്റ്റ് കല്യാണം കഴിച്ചൊരു ഭാര്യയുണ്ട്, അത് ഇന്ന് ബ്രേക്കപ്പ് ആകുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതിന് മുമ്പ് കല്യാണം കഴിച്ചിട്ടുള്ള കംപ്ലീറ്റ് ചൊവ്വ ദോഷമുള്ളൊരു ഇതാണ് സംഭവം. ഭയങ്കര പിടിവാശി, പുള്ളി പറയുന്ന പോലെ കേൾക്കണമെന്നുള്ള നിർബന്ധമാണ്. അപ്പോൾ ചില സ്ത്രീകൾക്കത് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപിന് ഡിവോഴ്സ് സംഭവിച്ചത്. 2-3 പ്രാവശ്യം ഡിവോഴ്സ് സംഭവിച്ച് പോയത്. മനസ്സിലായില്ലേ? ഇതാണ് കാര്യം. ഓക്കെ, അങ്ങനെ എന്നിട്ട് വീണ്ടും റിലേഷൻഷിപ്പ് വന്നു. അങ്ങനെ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 4ാമത്തെ ഇതാണ്.
അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡൊണാൾഡ് ട്രംപിന് മൂഡ് സ്വിങ്സ് ഉണ്ടെന്നെല്ലാം ഞാൻ പറയാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചന്ദ്രൻ നിൽക്കുന്നത് വൃശ്ചികത്തിൽ നീചത്ത് നിൽക്കുകയാണ്. ഓക്കെ, വൃശ്ചികത്തിൽ ചന്ദ്രൻ നീചത്ത് നിൽക്കുമ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീചാവസ്ഥയാണ്, മൂഡ് സ്വിങ്സ് ഉണ്ടാകും. അതുപോലെ തന്നെ എന്തോന്നാണ്, ഒരു ഡിസിഷൻ മേക്കിംഗ് പറ്റത്തില്ല. മൂൺ നെഗറ്റീവാണ്. ഓക്കെ, അതുമാത്രമല്ല ഈ ഫുഡാണ് പുള്ളിക്ക് ഏറ്റവും പ്രശ്നം ലൈഫിൽ. പുള്ളിക്ക് ഈ ഇടയ്ക്ക് നമ്മൾ ഫുഡെന്ന് പറയുന്ന സംഭവം, ഫുഡിൻ്റെ റേഡിയേഷൻ എവിടെയുണ്ടോ അത് പുള്ളിക്ക് പണി കിട്ടും. അത് ഓരോ ദശാഭാഗമൊക്കെ അനുസരിച്ചിരിക്കും. എക്സാമ്പിൾ നമ്മൾ നോക്കിയാൽ അത് പുള്ളി അവിടെ ഈ ഇടയ്ക്ക് പുള്ളിക്ക് വെടിവയ്പ് ഉണ്ടായി. ഇന്നലെ മെനിങ്ങാന്നെന്തോ വെടിവയ്പ് ഉണ്ടായപ്പോൾ അവിടെ എല്ലാവരും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മനസ്സിലായില്ലേ? ആ സമയത്താണ് വെടിവയ്പ് ഡൊണാൾഡ് ട്രംപ് നേരിടേണ്ടി വന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് മാത്രമല്ല, പുള്ളിയുടെ ഒരു ഹെൽത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ പുള്ളിക്ക് ഇവ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഓവർ വെയ്റ്റഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഓവർ വെയ്റ്റഡായിട്ട് നിൽക്കും. മനസ്സിലായില്ലേ? അതാണ് പുള്ളിയുടെ പ്രശ്നം. നല്ല ഓവർ വെയ്റ്റഡാണ്, അതാണ്. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ ഫുഡാണ് ഇവിടെ ഏറ്റവും പ്രശ്നം പുള്ളിക്ക്. ആഹാരം വെച്ചുള്ള പരിപാടിയാണ് പുള്ളിക്ക് ഇവിടെ. പിന്നെ എന്തോന്നാണ് സണ്ണിൻ്റെ ഇതുള്ളത് കൊണ്ട് തന്നെ എന്തോന്നാണ് ഒരു ചെറിയ രീതിക്ക് ഇതേ സണ്ണ് തന്നെയാണ് 7th ഹൗസിൽ നോക്കുന്നതും. അങ്ങനെയല്ല, സണ്ണില്ല ഇവിടെ, മാഴ്സ്. ഓക്കെ, അപ്പോൾ 7th ഹൗസ് ഈ പറയുന്ന മാഴ്സ് എവിടെ നോക്കുന്നുണ്ട്? 7th ഹൗസിൽ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഭാര്യ, പാർട്ട്ണർഷിപ്പ് അങ്ങനെയല്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, പുള്ളിക്ക് വരാൻ പോകുന്ന പാർട്ട്നേഴ്സിനെ കൊണ്ട് പുള്ളിക്ക് ഒരുപാട് ലൈഫിൽ ബെനിഫിറ്റ് കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുംഭമാണ് 7th ഹൗസ്. കുംഭം കുംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്കുള്ള സംഭവമാണ്. അപ്പോൾ അവിടെ നിന്ന് എന്ത് വേണോ, ഇത് മിത്രൻ സാറിന് തിയറി പ്രകാരം പറയുന്നൊരു കാര്യമാണ്. ഓക്കെ, ഇത് DNA ആസ്ട്രോളജി അല്ല. DNA ആസ്ട്രോളജിയിൽ ഇതൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും പുള്ളിയെ പറ്റി. ഓക്കെ, ഇതാണ് കാര്യം. അപ്പോൾ 1 2 3 1 2 അപ്പോൾ എന്തോന്നാണ്, നല്ല പാർട്ട്നേഴ്സ് കിട്ടും. കൂടെ പ്രവർത്തിക്കാനുള്ള പാർട്ട്നേഴ്സിനെ കൊണ്ട് ഒരുപാട് ഗുണം കിട്ടും, ബെനിഫിറ്റ് കിട്ടും, ഒരുപാട് പാർട്ട്നേഴ്സ് കിട്ടും. അങ്ങനെ ഒരുപാട് ഇപ്പം പുള്ളിക്ക് ഒരുപാട് ആലോചനകൾ വരും. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 7th ഹൗസിലുള്ള കല്യാണവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആലോചനകൾ. കാരണം ഇത് ഈ പറയുന്ന 7th ഹൗസിൽ ഈ പറയുന്ന കുംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അത് എങ്ങനെയാണോ നിൽക്കുന്നത് ആ ഭാവവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് കാര്യം ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതാണ് കാര്യം. ഓക്കെ, ഇതാണ് പരിപാടി. ഇനി നമ്മൾ നോക്കുന്നത് 8th ഹൗസാണ്. 8th ഹൗസ് എന്ന് പറഞ്ഞ മീനമാണ്. അപ്പോൾ വെള്ളം, മീനെന്ന് പറഞ്ഞാൽ അവിടെ ഡീഫാൾട്ടായിട്ട് ഇവിടെ വെള്ളത്തിൻ്റെ റെഫറൻസ് ഉണ്ട്. അത് മാത്രമല്ല ജൂപ്പിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവിൻ്റെ അവസ്ഥയും കൂടെ നമ്മൾ നോക്കണം, ജൂപ്പിറ്റർ. അപ്പോൾ പുള്ളിക്ക് എന്തോന്നാണ്, പുള്ളിയുടെ ആയുസിൻ്റെ കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ട്. പുള്ളിക്ക് എത്ര നാൾ ജീവിച്ചിരിക്കും, പുള്ളിയുടെ ആയുസ് എങ്ങനെയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ പുള്ളിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈമൊക്കെ അടിച്ച് നോക്കിയപ്പോൾ 2031 കൊടുത്തിരിക്കുന്നത്. മീൻസ് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ റിസർച്ചിൽ നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ എന്തോന്നാണ്, പുള്ളിക്ക് ഇവിടെ ഗുരുദശ തുടങ്ങിയിരിക്കുകയാണ്. ഗുരുദശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2036 വരെ ഗുരുദശയുണ്ട് പുള്ളിക്ക്. മനസ്സിലായില്ലേ? ഗുരുദശയും വേണം, സൂര്യൻ്റെ അപഹാരവും വേണം, എങ്കിലേ പുള്ളിക്ക് ഇവിടെ ഒരു അപകടം സംഭവിക്കത്തുള്ളൂ. മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ ചൊവ്വയുടെ സ്വാധീനം വേണം. കാരണം ലഗ്നത്തിൽ നിൽക്കുന്ന മാഴ്സിൻ്റെയോ അല്ലെങ്കിൽ തന്നെ അതിൻ്റെ ആ മാഴ്സ് നിൽക്കുന്ന ഹൗസിൻ്റെ അധിപനായ സൂര്യൻ്റെയോ സ്വാധീനം വേണം. ദശാപിരീഡ് വേണം. ഓക്കെ, ദശാപഹാരം വേണം. വന്നാൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ, പുള്ളിയുടെ ഹെൽത്തിന്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഈ പ്രശ്നം ഞാൻ കാര്യം എന്തോന്നാണെന്നാണ്. അപ്പോൾ പുള്ളിയുടെ ആത്മാകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പുള്ളിക്ക് മാനസികമായി ഇപ്പോൾ പ്രശ്നമുണ്ട്, പുള്ളിക്ക് ചെറിയ പ്രശ്നമുണ്ട്. അത് അവരാരും പറയത്തില്ല, അവരുടെ ഇതൊന്നും ഒരു രീതിയിൽ പുറത്ത് വിടത്തില്ല. അതുമാത്രമല്ല ഈ പറയുന്ന പോലെ 2033 അകത്ത് പുള്ളിക്കൊരു വലിയ പ്രശ്നം വരും. ഓക്കെ, അങ്ങനെ ഇതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഓക്കെ, 2033 അകത്ത് വെച്ച് പുള്ളിക്കൊരു വലിയ പ്രശ്നം വരും. ഓക്കെ, അത് മരണമാണോ അല്ലെങ്കിൽ എന്തോന്നാണോ അതൊക്കെ ഒരു ഇതുപോലെ ഇരിക്കും. ദശയുടെ ഒരു ട്രാൻസിറ്റ് ഗോചാരം പോലെ ഇരിക്കും. പക്ഷേ ഈ ഒരു 2033 അകത്ത് പുള്ളിക്ക് വിഷയങ്ങൾ വരും. മനസ്സിലായില്ലേ? സ്ഥിരമായിട്ട് പുള്ളിയുടെ ലൈഫിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇതാണ് അവസ്ഥ. ഓക്കെ,
ഇതിൽ എടുത്തു പറയാനുള്ളത് 2031. ഈ 2031 എന്ന് പറയുമ്പോൾ 5-ാം മാസം കഴിയുന്ന നേരം മുതൽ കൂടുതലും പുള്ളിയുടെ ലൈഫിൽ പ്രശ്നം വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അതാണ്. അപ്പോൾ നമുക്കൊരാളുടെ ലൈഫിനെ പറ്റിയൊന്നും നമുക്ക് പച്ചയ്ക്കൊന്നും പറയാം, ഒരാളുടെ ഇതൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു പീരീഡ് കുറച്ച് ക്രൂഷ്യലാണെന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതാണ് പറയുന്നത്. ഓക്കെ, അത് ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ സ്ട്രൈക്ക് കിട്ടുമോയെന്നൊന്നും എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഇതാണ് കാര്യം. അപ്പോൾ ഈ ഒരു സമയം പുള്ളിക്ക് ഹെൽത്തിന് പ്രശ്നം വരും. മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് വാട്ടർ റിലേറ്റഡ് ആയിട്ട്, ഫുഡ് റിലേറ്റഡ് ആയിട്ട്, മൈൻഡ് റിലേറ്റഡ് ആയിട്ടുമാണ് പുള്ളിക്ക് മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? പിന്നെ ഈ ഫാറ്റ് സംബന്ധമായിട്ടുള്ള ചെറിയ ഇഷ്യൂ, ഇതാണ് പുള്ളിക്ക് വരാൻ പോകുന്നത്. മനസ്സിലായി? ചിലപ്പോൾ എന്തോന്ന് ചെയ്യാം, ലീവ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു അറ്റാക്ക് പോലെ വരാൻ സാധ്യതയുണ്ട് പുള്ളിക്ക്. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് പുള്ളിയുടെ ഹെൽത്ത് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്കിനെ പറ്റിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന പോലെ എന്തായാലും ഞാൻ പറഞ്ഞില്ല 2033 വരെയാണ്. പിന്നെ ആ സമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പുള്ളി അതാണ്. അപ്പോൾ 2033 പുള്ളിയുടെ. ഞാൻ പ്രത്യേകിച്ചൊന്നും എടുത്തൊന്നും പറയുന്നില്ല, അപ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തോന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി സെക്ഷനിലോട്ട് കിടക്കാം. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന പോലെ യാഹുവിൻ്റെ ഇതാണ്. മനസ്സിലായില്ലേ? അത് കരിയറിലാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഡൊണാൾഡ് ട്രംപിൻ്റെ കരിയർ, ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുന്ന കർമ്മങ്ങൾ, മനസ്സിലായി, അത് എന്തോ ആയിക്കോട്ടെ, എന്ത് ജോലി ആയിക്കോട്ടെ, അവിടെ എല്ലാവരും ശ്രദ്ധിക്കണം, അവിടെ എല്ലാവരെയും പിടിച്ചടക്കി വാഴണം, അവിടെ മൊത്തം കൺട്രോൾ ചെയ്യണം, അവിടെ ഭയങ്കര പിടിവാശി വേണം, അത്യാഗ്രഹമാണ്, ഒരുപാട് ആഗ്രഹമുണ്ട്, അത്യാഗ്രഹമാണ്. അതപ്പോൾ ഇതെല്ലാം പുള്ളിക്ക് വരും. വെല്ലുവിളി, ഭീഷണി. പുള്ളി അപ്പോൾ എവിടെ പോയാലും, ഏതൊരു ഇതിന് പോയാലും പുള്ളി വെല്ലുവിളി എന്ന് പറഞ്ഞ സംഭവം പുള്ളിക്ക് ഉണ്ടാകും. മനസ്സിലായില്ലേ? പിന്നെ കള്ളത്തരം കാണിക്കാൻ നോക്കും. കള്ളത്തരം പറയാനും കള്ളത്തര രീതിക്ക്, അത് നമ്മളിപ്പോൾ കാണുന്നുള്ള ഒരു പരിപാടിയാണല്ലോ. പുള്ളി വാ തുറന്നാൽ പറഞ്ഞ കള്ളത്തരമാണ്. ഇന്നലെയും കൂടെ പറഞ്ഞ അണുബോംബിൻ്റെ ആ ഒരു ഇത്, അണുബോംബിന് ഇറാൻ ഉണ്ടാക്കത്തില്ല എന്ന് ഇറാൻ പറഞ്ഞെന്ന് പോലും. അത് ഇറാൻ സമ്മതിച്ചിട്ടൊന്നുമില്ല. ഇനി അങ്ങനെ സമ്മതിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിലവിൽ ഇതുവരെ ഇറാൻ സമ്മതിച്ചിട്ടൊന്നുമില്ല അവിടുത്തെ അണുബോംബ് ഉണ്ടാക്കൽ പരിപാടി നിർത്തിയെന്നൊന്നും. അപ്പോൾ അതുപോലെ കള്ളത്തരം കൂടെ പറയും. അതാണ് പുള്ളിയുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ അധികാരം സ്ഥാപിക്കാൻ നോക്കും. ഒടുക്കത്തെ അധികാരം പുള്ളി അവിടെ സ്ഥാപിക്കാൻ നോക്കും. മനസ്സിലായില്ലേ? അതാണ് പുള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, പിന്നെ എന്ത് മാൽ പ്രാക്ടീസ് ആണെങ്കിൽ അവിടെ കാണിക്കും പുള്ളിയുടെ കരിയർ നിലനിർത്താൻ വേണ്ടി. ഓക്കെ, അധികാരത്തിന് വേണ്ടി ആഗ്രഹം, അതിയായ ആഗ്രഹം കർമ്മ മേഖലയിൽ, അതാണ് പുള്ളിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തോന്ന്, അതാണ് അസൂയ, ഒരു ഈഗോ അടിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു രാജ്യം, ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അമേരിക്കയെക്കാട്ടിയും നല്ല രീതിക്ക് വളരുന്നു, ഇല്ലെങ്കിൽ നല്ല രീതിക്ക് ഗുണം പിടിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഡൊണാൾഡ് ട്രംപിന് സഹിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഇവിടെ ചന്ദ്രനും കൂടെ നീച്ചത്ത് നിൽക്കുകയാണ് വൃശ്ചികത്തിൽ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറാനെതിരെ എന്തോന്നാണ് അമേരിക്ക പറയും, അണുബോംബ് ഇടും, മറ്റേ ചെയ്യും, മറിച്ച് ചെയ്യുന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് മൂഡ് സ്വിങ്സ് ഉള്ളതുകൊണ്ട് പറയുന്നതായിരിക്കാം. പക്ഷേ ആ ഒരു സമയത്ത് പുള്ളി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും എന്നുള്ള കാര്യമാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ അങ്ങനെ പുള്ളി അണുബോംബൊന്നും ഇടുമെന്ന് തോന്നണില്ല. പക്ഷേ പുള്ളിയുടെ ഈ മാനസിക ഈ ഒരു സംഭവം വെച്ച് അങ്ങനെയാണ്. പിന്നെ ഇവിടെ വൃശ്ചികത്തിലാണ് ഇവിടെ ചന്ദ്രൻ നിൽക്കുന്നത് തന്നെ. അപ്പോൾ മൂഡ് സ്വിങ്സ് ഉണ്ടാകും. ഇപ്പം നമ്മളെല്ലാവരും പറയും ഇയാൾക്ക് എന്ത് വട്ടാണ്, നാളെ നല്ലതെന്ന് പറയും, മറ്റന്നാൾ മോശമെന്ന് പറയും. ഇങ്ങനെ മൂഡ് സ്വിങ്സ് പുള്ളിക്ക് ഉണ്ടാകും. സ്ത്രീകൾക്ക് പോലും ഇത്രയും മൂഡ് സ്വിങ്സ് ഉണ്ടോ എന്ന് പറഞ്ഞ് പലരും ഇങ്ങനെയൊക്കെ പുള്ളി ആക്ഷേപിക്കാറുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൂൺ നിൽക്കുന്നതിന് അത്ര നെഗറ്റീവായിട്ടാണ് സംഭവം. അതും ഫുഡ് ആണ് പുള്ളിക്ക് ഏറ്റവും പ്രശ്നം. ഈ ഇടയ്ക്ക് വെടിവയ്പ്പ് നടന്നില്ലേ, അത് തന്നെ ഈ ഡിന്നർ പാർട്ടി, എന്തൊരു ഒരു ഫുഡ് റിലേറ്റഡ് ഒരു പാർട്ടി അവിടെ നടന്ന സമയത്താണ് ഈ പറയുന്ന പോലെ ഡൊണാൾഡ് ട്രംപിനെതിരെ അറ്റാക്ക് ഉണ്ടായത്. അപ്പോൾ ഇതാണ് പറയുന്നത്. മനസ്സിലായില്ലേ? വെള്ളം, വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ പുള്ളിക്ക് ഉണ്ടാകും, വെള്ളം. ഓക്കെ, അതെന്തോ ആവാം, പുള്ളിക്ക് ഇനി ഫ്യൂച്ചറിലുണ്ടാകും. ഇതാണ് കാര്യം. ഓക്കെ, അപ്പോൾ പുള്ളി എന്തോന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ അധികാരം സ്ഥാപിക്കാനും അത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങ് മുന്നോറാൻ പോവുകയാണ്. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതാണ് പരിപാടി. അപ്പോൾ പുള്ളിക്കിപ്പോൾ മൊത്തത്തിൽ വിഷയമുള്ള സമയമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മളോട് നോക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്ക് നമുക്ക് ഇനി 11-ാം ഭാവം ലാഭം നോക്കുമ്പോൾ അവിടെ ബുധൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്യുമെൻ്റ്.
അപ്പോൾ പുള്ളിക്ക് ഇനി ഡോക്യുമെൻ്റ് കരാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വ്യാപാര കരാറായിക്കോട്ടെ, ബിസിനസ് ഡീലിങ്സ് ആയിക്കോട്ടെ, ഒരു ഡോക്യുമെൻ്റ് റിലേറ്റഡ് ഒരു എഗ്രിമെൻ്റ് ആയിക്കോട്ടെ, ഒപ്പിടലായിക്കോട്ടെ, അങ്ങനെ ഈ ഡോക്യുമെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ലാഭം പുള്ളിക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. കരാറുകൾ, പുതിയ പുതിയ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോൾ മീൻസ് അവരുമായി ബന്ധപ്പെട്ടൊരു ഡോക്യുമെൻ്റൽ ഇല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കൊരു ഡോക്യുമെൻ്റ് റിലേറ്റഡ് ഉള്ളൊരു കാര്യത്തിന് സഹായിക്കുമ്പോൾ ഒരുപാട് ബെനിഫിറ്റ് പുള്ളിക്ക് അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? പുള്ളിക്ക് അങ്ങനെയാണ് ഉണ്ടായത്. മനസ്സിലായില്ലേ? അങ്ങനെ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ കല്യാണം എന്തോന്നാണ് ഇതാണ് പരിപാടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ജൂപ്പിറ്ററിൻ്റെ ഇൻഫ്ലുവൻസ് അവിടെ 7th ഹൗസിലുണ്ട്. 7th ഹൗസിലല്ല, ഇവിടെ 8th ഹൗസിലുണ്ട്. അതുകൊണ്ട് പുള്ളിക്കൊരു പ്രൊട്ടക്ഷനുണ്ട്. നമുക്കങ്ങനെ പുള്ളിയുടെ കാര്യം ഇങ്ങനെ ഉറപ്പിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? പുള്ളിക്കൊരു പ്രൊട്ടക്ഷനുണ്ട്. പെട്ടെന്ന് വരാൻ അറ്റാക്കിൽ നിന്നൊക്കെ പുള്ളി രക്ഷപ്പെട്ടു പോകും. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ മരിക്കേണ്ട ഒരു സമയമാണ് പുള്ളി. ഇപ്പോൾ കണ്ട സർവൈവ് ചെയ്ത് വന്ന കണ്ടു. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഗുരുദശയും കൂടെയാണ്. അതാണ് ഞാൻ പറയുന്നത്. അവിടെ പ്രശ്നങ്ങൾ വരും, അത് അത്രയേ ഉള്ളൂ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടി വരും. അപ്പം നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പുള്ളിയുടെ ഹോറോസ്കോപ്പ് നോക്കാനുള്ള ഒരു ഇതൊന്നും നോക്കില്ല. അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് പ്രേമമുണ്ടാകാൻ സാധ്യതയുണ്ട്. ലവുമായിട്ട് ബന്ധപ്പെട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കർക്കിടകത്തിൽ ശുക്രനും ശനിയും ഒരുമിച്ച് നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇതാണ് കാര്യം. ഓക്കെ. പുള്ളിയുടെ കരിയറുമായി ബന്ധപ്പെട്ട് എവിടെ അപ്പോൾ പുള്ളിക്ക് ലവ് മാരേജാണ് നടന്നിട്ടുള്ള. ലവ് മാരേജ് വീണ്ടും ബ്രേക്കപ്പ് ആവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊവ്വാദോഷമുള്ള ആളാണ്. പുള്ളിക്ക് എപ്പോഴും ബ്രേക്കപ്പ് ആവും. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് വരേണ്ട ഭാര്യ എങ്ങനെയായിരിക്കണം? അത്യാവശ്യം അഗ്രസീവ്, വയലൻറ്റും ഒക്കെ ആയിരിക്കണം. എങ്കിലേ ബാലൻസ് ചെയ്ത് പോകത്തുള്ളൂ. അത്യാവശ്യം നല്ലൊരു അഗ്രസീവായിട്ടുള്ളൊരു വൈഫ് വേണം വരാൻ. എന്നാൽ മാത്രമേ പുള്ളിയെ ബാലൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ചെറിയ പാവം പിടിച്ച ഗേൾസ് വന്നു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. അങ്ങനെയാണ് പുള്ളിയുടെ ലൈഫിൽ ഇത്രയും ബ്രേക്കപ്പ് ഉണ്ടായത്. അപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ കൃത്യമായ പാർട്ട്ണറിനെ കിട്ടി. അതുകൊണ്ട് പുള്ളി ഇങ്ങനെ പോകുന്നു. ഇനി കല്യാണം കഴിക്കത്തില്ല. ഇപ്പോൾ 2033 പുള്ളിക്ക് ഒരു വിഷയമാകും. ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, അതാണ് കാര്യം. ഓക്കെ. എന്ന് വെച്ചാൽ വലിയൊരു പ്രശ്നത്തിലൂടെ പുള്ളി തരണം ചെയ്ത് പോകേണ്ടി വരും. അതാണ് പറയുന്നത്. ഓക്കെ, അതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പുള്ളിയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അന്ന് ഈ ഇടയ്ക്ക് ഡിന്നർ ആഹാരം കഴിച്ചുകൊണ്ട സമയത്താണ് അവിടെ അറ്റാക്ക് ഉണ്ട്. ഒരു ആൾ പുള്ളിയെ വെടിവെച്ചിടാൻ നോക്കിയത്. മനസ്സിലായില്ലേ? ആഹാരം കഴിച്ചുകൊണ്ട സമയത്താണ്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഫുഡിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. പുള്ളിയുടെ മെഡിക്കൽ സിസ്റ്റോടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അവിടെയും ഫുഡാണ് പുള്ളിക്ക് വില്ലൻ എന്ന് പറയുന്നത്. ഫുഡുമായി ഓവർ വെയ്റ്റ്, ഫാറ്റ്, ഈ ഫുഡ് കഴിച്ചുകൊണ്ടാകുന്ന ഓവർ വെയ്റ്റ്, അങ്ങനെയാണ് പുള്ളിക്ക്. മനസ്സിലായില്ലേ? ഫുഡ് കാണാൻ പുള്ളിയുടെ ആത്മാകാരകൻ ചന്ദ്രനാണ്. ചന്ദ്രൻ ആത്മാകാരകനായി നിൽക്കുകയാണ് അവിടെ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പുള്ളിക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ഓക്കെ. അപ്പോൾ ഈ പറയുന്ന ആത്മകാരകൻ്റെ സമയം ഇപ്പോൾ വരാൻ പോണതേ ഉള്ളൂ. 2033 ഈ പറയുന്ന പോലെ സൂര്യൻ വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ലഗ്നത്തിൽ നിൽക്കുന്ന ലഗ്നാധിപതിയായ സൂര്യൻ വരും. മനസ്സിലായില്ല? അതിനിടയിൽ കൂടെ ചന്ദ്രൻ വരും. പലതും വന്നു പോവും, പലതും മാറിപ്പോവും. 33 കഴിഞ്ഞാൽ പിന്നെ അടുത്ത രാഹുവാണ് വേണത്. അപ്പോൾ ഈ 2033 കഴിഞ്ഞാൽ പിന്നെ പുള്ളിയുടെ കരിയറിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ പുള്ളി സർവൈവ് ചെയ്യാൻ കുറച്ച് പാടാണ്. ഇനി അഥവാ സർവൈവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ പുള്ളി എന്ത് സംഭവിക്കും? ഈ പറയുന്ന കരിയറുമായി ബന്ധപ്പെട്ട് വീണ്ടും പുള്ളി പ്രശ്നം ഉണ്ടാക്കും. അതുവരെ പുള്ളി ഇരിക്കുന്നൊന്നും തോന്നണില്ല. അതാണ് കാര്യം. ഓക്കെ, ഇതാണ് പരിപാടി. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ ഈ പറയുന്ന പോലെ പാർട്ട്ണർഷിപ്പ്, നല്ലൊരു ബിസിനസ് പാർട്ട്ണർ വന്നതിന് ശേഷമാണ് പുള്ളിക്ക് നല്ലൊരു ലൈഫ് ഉണ്ടായതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? ഇത് കാണുമ്പോൾ ഒരു ഒറ്റ പോയിൻ്റ് ഓർമ്മയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളന് കന്നി വെച്ച ജാതകം എന്ന് വേണമെങ്കിൽ പറയാം. കള്ളന് കന്നി വെച്ച ജാതകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കള്ളത്തരവും എന്തും വിളിച്ചു പറയും, എന്ത് ഉടായിപ്പും കാണിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കർമ്മ മേഖലയിൽ.
ആ ഹൊറോസ്കോപ്പാണ്. ഓക്കെ. ചൊവ്വ നിൽക്കുന്നത് സൂര്യൻ്റെ രാശിയിൽ നല്ല അഗ്നിതത്വത്തിൽ ആയതുകൊണ്ട് തന്നെ നല്ല പവർഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട്. ഒരുപാട് ഇവിടെ നമുക്കെടുത്ത് പറയേണ്ട കാര്യമുണ്ട്. ഓക്കെ. ഇവിടെ സൂര്യൻ നിൽക്കുന്നത് ഇടവത്തിലാണ്. ഓക്കെ. അങ്ങനെ പിന്നെ ഈ പറയുന്ന പോലെ ആളിനി സ്വന്തം കുട്ടികളുമായി ബന്ധപ്പെട്ടൊന്നും അത്ര ഗുണം കിട്ടത്തില്ല. പുള്ളിയുടെ അച്ഛനെ കൊണ്ട് പുള്ളിക്കൊരു ഗുണമില്ല എന്നൊക്കെ നമുക്കിത് നോക്കി പറയാൻ പറ്റും. അതുപോലെ 1, 2, 3, 4 അമ്മയുമായിട്ട് നല്ല അഭിപ്രായ വ്യത്യാസമുള്ള ആളാണ്, ഡിറ്റാച്ച്മെൻ്റ് ഉള്ള ആളാണ്. ഇതെല്ലാം നമുക്ക് ഈ ഹൊറോസ്കോപ്പിലൂടെ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ പറഞ്ഞു പോകാൻ പറ്റും. ഓക്കെ. അതാണ് പരിപാടി. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ വിചാരിച്ചതുപോലെ. നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം ഞാൻ പറഞ്ഞു. ഒന്നാമത് നിങ്ങൾ ചോദിച്ചത് ആരോഗ്യസ്ഥിതിയെ പറ്റിയാണ്, ഡൊണാൾഡ് ട്രംപിനെ. ഓക്കെ. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു. രണ്ടാമത് കരിയറിനെ പറ്റി ഞാൻ പറഞ്ഞു. മൂന്നാമത് എന്തോന്നാണ് ഫ്യൂച്ചറിലുള്ള കാര്യങ്ങളെ പറ്റി. ഓക്കെ. അപ്പോൾ കുറച്ച് ഇപ്പോൾ ഈയിടയ്ക്ക് തന്നെ ഡൊണാൾഡ് ട്രംപിന് എന്തോ അസുഖം വന്ന് പുള്ളിയെ എവിടെയോ മറ്റേ വൈറ്റ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങാതെ നിന്നൊക്കെ പറഞ്ഞായിട്ട് ന്യൂസിൽ പറഞ്ഞായിട്ട് അസുഖമൊക്കെ വന്നു അങ്ങനെയൊക്കെ. അതുപോലെ തന്നെയാണ് പുള്ളിയുടെ കേസ്. ഇപ്പോൾ കുറച്ച് വിഷയമുള്ള സമയമാണ്. ഓക്കെ. അപ്പോൾ 2032 9-ാം മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുള്ളിയുടെ ലൈഫിൽ കൊടുക്കത്ത റേഞ്ച് വലിയ വലിയ വിഷയങ്ങൾ വരും. ഇതാണ് അർത്ഥം. ഇതിൻ്റെ ഒരു എൻഡ് സമയമാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ. എഴുതി വെച്ച് 2032 9-ാം മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ഞാൻ പറയുന്നത്. ഓക്കെ. വേറൊന്നുമല്ല. ഇതെൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ്. കാരണം നിങ്ങൾ ഇപ്പോൾ എൻ്റെ അടുത്ത് പലരും പറയുന്നത് നിനക്ക് ഇതുണ്ടാടാ പുള്ളിയുടെ ഒരാൾ ആരോഗ്യസ്ഥിതിയെ പറ്റി പറയുന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെ നിങ്ങളൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളൊരു പബ്ലിക് ഫിഗറാണ്. മനസ്സിലായില്ലേ? പബ്ലിക് ഫിഗറാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ പറയും. നമുക്കിപ്പോൾ നമ്മളോട് ഒരു പബ്ലിക്കായിട്ടുള്ള ആൾക്കാരുടെ ലൈഫെല്ലാം ഫുൾ എക്സ്പോസാണ്. സാധാരണക്കാരെ പോലെയൊന്നുമല്ല എല്ലാ കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ ഒരു പബ്ലിക് ഫിഗറാണ്. എല്ലാവർക്കും വായിച്ച് നോക്കേണ്ട തുറന്ന പുസ്തകമാണ് ആൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ എന്തോന്ന് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ ഹൊറോസ്കോപ്പ് നമ്മൾ നോക്കുന്നതിന് എനിക്കൊരു ഇതും പറയുന്നില്ല. മനസ്സിലായില്ലേ? ഇതാണ് പറയുന്നത്. എല്ലാവരും ചോദ്യം മാനിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞൊന്നുമില്ല പുള്ളി ഈ പറയുന്ന പോലെ 2033 മരിക്കുമെന്ന് ഞാൻ പറഞ്ഞ ഇതൊന്നുമില്ല. പുള്ളിയുടെ ആ സമയത്ത് പുള്ളിയുടെ ഹെൽത്തിന് പ്രശ്നം ഉണ്ടാകുമെന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഹെൽത്തിന് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ. വേറൊന്നുമല്ല. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, 10-ൽ രാഹു നിന്നാൽ തന്നെ എന്തെന്നാണ് പിടിവാശി കൂടുതലായിരിക്കും. അവർക്ക് എന്ത് ജോലി വേണം ആ ജോലി കിട്ടാൻ വേണ്ടി അവർ നല്ല എഫേർട്ട് എടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒടുക്കത്തെ ആഗ്രഹം ഉണ്ടായിരിക്കും. അത് നല്ല രീതിക്ക് അത് പ്രവർത്തിയോട്ട് കൊണ്ടുവരണമെങ്കിൽ ചൊവ്വയുടെ ഇതും കൂടെ ആലോചിച്ച് നോക്കണം. ഓക്കെ. എന്തോന്നായാലും 10-ൽ രാഹുള്ള ഹൊറോസ്കോപ്പാണിത്. പ്ലസ് എന്തോന്നാണ് സൂര്യനും കൂടെ ഉണ്ട്. ഒടുക്കത്തെ പിടിവാശിയായിരിക്കും. അതുകൊണ്ട് പുള്ളി സക്സസ്ഫുള്ളായി. ഇതാണ് പറയുന്നത്. ഇതാണ് ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്. ഓക്കെ.